നാട്ടിൽ നിന്ന് കുട്ടികളെ ജർമ്മനി കൊണ്ടൊന്ന് പഠിപ്പിക്കുന്നത് നല്ലതാണോ അല്ലയോ? ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറഞ്ഞു. നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ LKG തൊട്ട് 10th വരെ നമ്മൾ ഒറ്റ സ്ട്രെച്ചിനാണ് പോകുന്നത്. നമ്മൾ വേറെ ഒന്നിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. 10th കഴിയുമ്പോഴാണ് നമ്മളിപ്പോൾ ഡോക്ടർ, എഞ്ചിനീയർ ആവണേ, സയൻസ് അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് അല്ലെങ്കിൽ കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ചെയ്യണം. പക്ഷേ ജർമ്മനിയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 4th സ്റ്റാൻഡേർഡ് എത്തുമ്പോഴേ നമ്മളെ ഡിവൈഡ് ചെയ്യും. 4th സ്റ്റാൻഡേർഡ് കഴിയുമ്പോൾ നമ്മളെ ജിംനാസിയം, റിയൽ ഷൂളെ, മിറ്റൽ ഷൂളയായിട്ട് ഡിവൈഡ് ചെയ്യും. എന്ന് വെച്ചാൽ നമ്മൾ എഞ്ചിനീയർ ഡോക്ടറൊക്കെ ആവണമെങ്കിൽ ജിംനാസിയത്തിലും, മാനേജ്മെൻറ്റ് സെക്ഷനിലൊക്കെ പോകണമെങ്കിൽ റിയൽ ഷൂളയിലും, അല്ലാതെ ഹൗസ് ബിൽഡിംഗ് പോകുന്നെങ്കിൽ മിറ്റൽ ഷൂളയിലുമാണ് ആക്കുന്നത്. സോ നമ്മൾ നാട്ടിൽ നിന്ന് വരുന്ന ഒരു കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4ാം ക്ലാസ് അല്ലെങ്കിൽ ഈ ഒരു 10ാം ക്ലാസ്സിൻ്റെ ഒക്കെ ഇടയ്ക്ക് വരുന്ന കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നതിന് ശേഷം 1 ഇയർ ഇവർ ഇൻ്റഗ്രേഷൻ കോഴ്സിന് ഇരുത്തും. ഞങ്ങളുടെ സിറ്റിയിലെ കാര്യമാണ്. അതിനുശേഷം ഇവർ ലാംഗ്വേജ് എന്താണ് അതനുസരിച്ച് മാത്രമാണ് ഇവരെ വേറെ ക്ലാസ്സിലോട്ട് ഡിവൈഡ് ചെയ്യുന്നത്. നാട്ടിൽ ഇവർ എത്ര അക്കാഡമിക്കലി വെൽ പെർഫോംഡ് ആണെന്ന് പറഞ്ഞാലും കാര്യമില്ല. നമ്മൾ ഇവിടുത്തെ ലാംഗ്വേജും അക്കാഡമിക്സും ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് മാത്രമല്ല ഇവരുടെ ആറ്റിറ്റ്യൂഡും ക്യാരക്ടറും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതനുസരിച്ച് മാത്രമാണ് ഇവർ ഓരോ ക്ലാസ്സിലോട്ടും അവരെ ഡിവൈഡ് ചെയ്യുന്നത്. സോ നമ്മൾ നാട്ടിൽ നിന്ന് വരുന്നൊരു കുട്ടിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കാഡമിക്കലി വളരെ നല്ലതായിരിക്കാം, പക്ഷേ അവർക്ക് ലാംഗ്വേജ് കിട്ടാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ചിലർക്ക് സംസാരിക്കാൻ പറ്റും, പക്ഷേ എഴുതുന്ന സമയത്ത് തെറ്റുകൾ വരും. അപ്പോൾ അങ്ങനെ ഒരു കുട്ടീനെ അവർ വേറൊരു ജിംനാസ്യത്തിലോട്ട് ഇരുത്തണം എന്നില്ല. നമ്മുടെ നാട്ടിൽ നമ്മളുടെ ഒരു പേരൻസ് എന്നുള്ള ഒരു നിലയിൽ മിക്കവാറും ചിന്തിക്കുന്ന ഓക്കെ ഡോക്ടറാണോ എഞ്ചിനീയർ ആണോ അങ്ങനെയൊക്കെ. പക്ഷേ ആ ഒരു ഇതിലോട്ട് അവരെ ഇരുത്തണമെന്നില്ല. നമുക്ക് റിക്വസ്റ്റ് ചെയ്ത് നമുക്ക് ഇരുത്താം, പക്ഷെ നമുക്ക് ഈ ജോലിയിൽ പ്രോഗ്രസ് ആയിട്ടുള്ള പോലെ അവിടെ ഇതുപോലെ 6 മാസം അവർ നോക്കും. ഈ 6 മാസത്തിനുള്ളിൽ ഇവർക്ക് ഗ്രേഡ് ഇമ്പ്രൂവ് ആയില്ല, ലാംഗ്വേജ് ഇമ്പ്രൂവ് ആയില്ലെങ്കിൽ നേരെ തിരിച്ചു കൊണ്ടുവരും. പിന്നെ അവർക്ക് ഒരു റിക്വസ്റ്റിൻ്റെ പ്രകാരത്തിലോ അല്ലെങ്കിൽ നോട്ട് ഇൻക്രീസ് ആയെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകാനായിട്ടുള്ള പാടായിരിക്കും. സോ ഈ ഒരു ഏജിൽ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതിലും ബെറ്റർ നാട്ടിൽ തന്നെ ഒരു +2 കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് കഴിഞ്ഞിട്ടോ കൊണ്ടുവരുന്നതായിരിക്കും. അല്ലെങ്കിൽ ഇവർക്ക് ഭാവിയിൽ ഒരു ബാച്ചിലേഴ്സ് എടുക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി പോലും നഷ്ടപ്പെടും. സോ നമ്മളിതൊന്ന് കുറച്ചും കൂടെ ഫ്രീ എഡ്യൂക്കേഷനാണെന്ന് മാത്രമല്ല ഇങ്ങനെയുള്ള കുറച്ച് ഇതൊക്കെ ഉണ്ടെന്നും കൂടെ നമ്മൾ ചിന്തിച്ചാൽ നല്ലതായിരിക്കും.